ഇവിടെ ഫുൾ ചെക്ക് ചെയ്യട്ടോ. ഇവിടെ ഫ്യൂലൊന്നും കയറ്റി വിടൂല. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഗെറ്റിംഗ് കോൾഡർ ഉണ്ട്. അത് തണുപ്പുണ്ടാവും കേട്ടോ. Kochimachan and welcome back to another vlog. അപ്പോൾ ഇന്ന് നമ്മുടെ തേർഡ് ഡേ ആട്ടോ, റൈഡിൻ്റെ തേർഡ് ഡേ. എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ബട്ട് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ചെറിയ ജലദോഷം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഇപ്പം മെഡിക്കൽ സപ്പോർട്ടും ഡോക്ടറും എല്ലാം ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ഡോക്ടറൊക്കെ നമ്മൾ ചെക്കൊക്കെ ചെയ്ത്, അതാണ് റോയൽ എൻഫീൽഡിൻ്റെ ഇപ്പോൾ റൈഡ് ചെയ്യുമ്പോണ്ടല്ലോ, നമ്മൾ റൈഡ് ചെയ്താൽ മാത്രം മതി, ബാക്കി എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അവരുടെ സൈഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അല്ലേ നല്ല രീതിയിൽ ഇത് റിവർ ഫ്ലോയിങ്ങിൻ്റെ സൗണ്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പോൾ തന്നെ പോയേനെ. ഇപ്പോൾ ഞാൻ മണാലിയിൽ ആണ് നിൽക്കണം. ഞങ്ങൾ ഇവിടെ നിന്ന് ജിസ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ റൈഡ്. ഏകദേശം ഒരു 84 കിലോമീറ്റർ ഉള്ളൂ. ചെറിയൊരു റൈഡായിരിക്കും, 3-4 മണിക്കൂർ എടുക്കുള്ളൂ. ബട്ട് ഞങ്ങൾ പോണ വഴി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടായിരിക്കും പോണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വ്യൂ. ദേ ഒരു റിവർ നല്ല രീതിയിൽ നല്ല കലക്കനായിട്ട് അവിടെ നിന്ന് ഫ്ലോ ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം വണ്ടികളൊക്കെ പോകുന്നു. മെയിൻ റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ പിന്നെ എന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡ്രോൺ ഷോട്ടൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്കൈയൊക്കെ ക്ലിയറായി വന്നിട്ട് രാവിലെ നല്ല രീതിയിൽ മഴയായിരുന്നു. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ എന്ത് ഭംഗിയാന്ന്. ഇലകളൊക്കെ പയ്യെ ഓരോന്നായിട്ട് ഇങ്ങനെ വിസിബിൾ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കോട ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ ഓരോന്നായി വിസിബിളായിട്ട് വരിക. ഇതായിരുന്നു ഞങ്ങളുടെ പ്രോപ്പർട്ടി. ഇതാണ് ഞങ്ങളുടെ റൂം. ഒരു റൂമിൽ 2 പേര് ഷെയറിങ് തന്നെയാണ്. ഒരു വീട്ടിൽ 4 റൂമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ സെറ്റപ്പ്. ഗുഡ് മോർണിംഗ് അനുരാഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ഇസ് ദ വ്യൂ? ലവ്ലി. അതിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഓടി നടക്കുക കേട്ടോ. തണുപ്പെന്ന് പറയാനായിട്ട് അങ്ങനെ ഭയങ്കര മാരക തണുപ്പൊന്നുമില്ല. രാത്രി തണുപ്പുണ്ടായി. രാത്രി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 ഡിഗ്രിയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഒരു 25 ഉണ്ടാവും. അതാണ് ഇവിടുത്തെ റേഞ്ച് ടെമ്പറേച്ചർ ഇപ്പോൾ പറയണത്. അങ്ങനെ ഭയങ്കര തണുപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു വ്യൂ കൂടെ ഉണ്ട് കേട്ടോ. യു സോ ദിസ്? കണ്ട, ഇത് വേറെ സാധനം. കുറച്ച് സ്നോസ് അവിടെ കണ്ട, സ്നോ കിടക്കുന്നുണ്ട. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതിന് ചുറ്റും. എങ്ങോട്ട് നോക്കിയാലും നല്ല അടിപൊളി വ്യൂ. ഇതേ നോക്കിയാൽ നമ്മുടെ ഒപ്പം ആരാന്ന്? എനിക്ക് ഇവനും പനിയാട്ടോ. പനി മാറിയില്ല കേട്ടോ, മാറി, ഇപ്പം റെഡിയായി. ആരോൺ കുട്ടൻ നമ്മുടെ ഫോട്ടോഗ്രാഫർ മീഡിയ ടീമിൽ കയറി വന്നാണ്. ആരോണാണ് റോയൽ എൻഫീൽഡിന് വേണ്ടി ഒഫീഷ്യലായിട്ട് റീൽസ് ചെയ്യണം അല്ലേ? റീൽസും പരിപാടിയൊക്കെ ആരാണാണ് ചെയ്യണത്. ചെക്കൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ റെഡിയായി വന്നേ ഉള്ളൂ. അതുകൊണ്ട് ചെക്കൻ അധികം സംസാരിക്കണല്ല. നീ ഇങ്ങോട്ട് ആദ്യമായിട്ടാണോ ആരാണ്? ഞാൻ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. പറഞ്ഞോ, നീ സത്യം പറ. കാരണം നമ്മൾ ഈ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും മണലിയിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് സിക്ക് ഫീൽ ചെയ്യും. കാരണം ഈ ത്രോട്ട് പെയിൻ, മെയിനായിട്ട് ഈ ത്രോട്ട് പെയിൻ ആണ്. അതാണ് മെയിൻ കാര്യം. എനിക്ക് അത് തന്നെ ത്രോട്ട് പെയിൻ ആണ്. അത് നമ്മൾ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡോ ഈ ഒരു ക്ലൈമറ്റ് ആയിട്ട് സെറ്റ് ആവാത്തതുകൊണ്ടാണ്. അത് സെറ്റായി വരുമ്പോഴത്തേക്കും സമയമെടുക്കും. ഒരു 3-4 ദിവസം എടുക്കും നമ്മുടെ ബോഡി ഒന്ന് ഇതായി വരാൻ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് കാണുന്നത്. മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, കഴിക്കുന്നുണ്ട്. എനിക്ക് അതല്ല സീൻ, എനിക്ക് ഇതിന്റെ ഇടയിൽ ഷൂട്ടും കൂടി ചെയ്യണം. ഏറ്റവും വലിയ ഞങ്ങൾക്ക് പിന്നെ ഷൂട്ട് ചെയ്യണ്ടല്ലോ. പിന്നെ വ്ളോഗ് പോലെ അല്ലല്ലോ. അതെ, ചെക്കൻ കുറെ കഷ്ടപ്പാടാണ്. അപ്പൊ ഞങ്ങള് പാക്ക് ചെയ്യാൻ പോവാല്ലേ? എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ജിസ്പ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ജിസ്പ ഒരു 83 കിലോമീറ്റർ. പക്ഷെ ഇവിടെ ഇനിയിപ്പോ ഇവന്റെ വ്ളോഗിൽ കാണുന്ന വിഷ്വലൊക്കെ ഒരു രക്ഷയില്ലാട്ടോ. കാരണം ഫോണിലൊക്കെ കിട്ടുന്ന വിഷ്വൽ എന്ന് പറഞ്ഞാൽ അത്രയും ക്രിസ്പ്, ഭയങ്കര അടിപൊളിയാ. നമ്മള് ശരിക്കും മൂന്നാർ പോയി എടുക്കണതിനെക്കാട്ടും വേറൊരു ഫീലാണ് ഈ ഒരു ഹിൽ ഏരിയയിലേക്ക് വരുമ്പോൾ, ഈ ഹിമാലയാസിൽ വരുമ്പോൾ. അതെ, വെറുതെ ഒരു ഫോട്ടോ എടുത്ത് തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ പോവാം. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനും പോയി റെഡി ആവട്ടെ. ഫുൾ സെറ്റായിട്ട് പാക്ക് ചെയ്ത് ഗിയറപ്പ് ചെയ്ത് നമുക്ക് നേരെ റൈഡ് തുടങ്ങാം. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഓൾറെഡി ആയിട്ട് സെറ്റായി വരുന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഫ്യൂൽ ചെയ്യണം. പോണ വഴിയാണ് നമ്മൾ അട്ടൽ ടണലിൽ കയറും. നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അട്ടൽ ടണലിലേക്കാണ് നമ്മൾ കയറുന്നത്. അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് സെക്കൻഡ് ലാസ്റ്റ് ഫ്യൂലിംഗ് പോയിന്റും ആണ് കേട്ടോ നമ്മുടെ തണ്ടി എന്ന് പറഞ്ഞിട്ട്. അതുവഴിയാണ് നമ്മൾ പോണത്. നിങ്ങൾക്ക് കാണണ്ടോ എനിക്ക് ശ്വാസം കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന്. കുറച്ച് സമയമെടുക്കും.
അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട അതേ പാലാട്ടോ. നൈസ്. ബൈ. റാലി സ്പെക്ക് ഓൾട്ടോ സസ്പെൻഷനൊക്കെ ലിഫ്റ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ പെട്രോൾ ഫ്യൂലൊക്കെ ചെയ്തു, ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. സ്പോർട്സൊക്കെ ഇനി അടിപൊളിയാണെന്ന് കേട്ടത്. എന്തായാലും അട്ടൽ ടണലൊക്കെ വന്ന സ്ഥിതിക്ക് റോത്തങ് പാസിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റ് ആയിരിക്കും, ജസ്റ്റ് ഒറ്റ സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാണ്ടായി തന്നെയാണ്. നെക്സ്റ്റ് ലെവൽ വ്യൂസ് ആട്ടോ ഇതിന് മൊത്തം. അതായത് എത്ര കണ്ടാലും മതിയാവാത്ത. എന്ത് സാധനം ഇത്? ഞാൻ പേടിച്ച്. ഇത് ഏത് ജീവിയായി പറന്നു പോയത്? നമ്മളിപ്പോൾ ഗ്രീൻ സോണിലാണ്. ഗ്രീൻ സോൺ അതായത് ഹിമാലയസിൻ്റെ ഗ്രീൻ സോൺ, അതായത് ഏറ്റവും താഴത്തെ സ്ഥലം. ഇനി നമ്മൾ പോകാൻ പോണത് കോൾഡ് ഡെസേർട്ട്സിലേക്കാണ്. അതായത് നല്ല തണുപ്പായിരിക്കും, പിന്നെ പച്ചപ്പൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ഡെസേർട്ടഡ് ഏരിയാസ് ആയിരിക്കും. നമ്മൾ ഒരു ദിവസം ക്യാമ്പിങ്ങും ഉണ്ട് കേട്ടോ. നമുക്ക് ടെൻറ്റിലായിരിക്കും ഒരു ദിവസത്തെ സ്റ്റേ. വ്യൂസ് ആർ ഗെറ്റിംഗ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, പോവാം. അപ്പോൾ ഇനി നമുക്ക് അട്ടൽ ടണൽ കാണാമെന്ന്. അതും ഒരു കാണേണ്ട ഒരു സംഭവമാണല്ലോ. ഇതിന് അട്ടൽ ടണൽ കണ്ടേക്കാം എന്തായാലും. അട്ടൽ ടണൽ റോത്താങ്. അവിടെ ഫുൾ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്യൂലൊന്നും കയറ്റി വിടൂല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ വി ആർ എൻറ്ററിങ് ദിസ് അട്ടൽ ടണൽ അല്ലേ, വൺ ഓഫ് ദ ലാർജസ്റ്റ് ടണൽ. ഇത് കഴിഞ്ഞാൽ വ്യൂ ഒന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് പിന്നെ ഫുള്ള് ടണൽ വ്യൂ. ടണൽ എന്ത് വ്യൂ ടണലല്ലേ. ബട്ട് ദിസ് ഇസ് എ പ്രിറ്റി ഗുഡ് ടണൽ. ഭയങ്കര വലിയ നല്ല ലെങ്ത്തുള്ള ടണലാണ്. ഓഹോ 40 ആട്ടോ സ്പീഡ് പറഞ്ഞേക്കണേ. നോ ഓവർ ടേക്കിംഗ്. എന്തൊക്കെയൊക്കെയോ പറയണ്ട ആരും. ഇത് പണിതപ്പോൾ എന്തോരം കിലോമീറ്റേഴ്സാണെന്നറിയാമോ ലാഭമായേക്കണേ, എന്തോരം. മറ്റേ റൂട്ട് എല്ലാവരും മിസ് ചെയ്യേണ്ടത് ശരിയാണ്, ഇല്ലയെന്നല്ല. ബട്ട് പീപ്പിൾ ക്യാൻ ഗോ. ആ റൂട്ട് വേണേൽ പോവാം. ആ ഒരു ഓഫ് റോഡ് റൂട്ടും ആ ഒരു കഷ്ടപ്പെട്ട് നമ്മൾ റോത്തങ് പാസ് എത്തുന്നതും അട്ടൽ ടണലിൽ കൂടി പോണതും ടോട്ടലി ഡിഫറെൻറ്റ് മാൻ, ടോട്ടലി ഡിഫറെൻറ്റ്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു 60. ആ കുതിരാൻ ടണലിൽ ഇപ്പുറത്ത് നോക്കിയാൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റും. ഇത് ഇപ്പുറത്തേക്ക് നോക്കിയാൽ അപ്പുറം പോയിട്ട് അകത്തുള്ള ആളെ പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. എന്ത് ലെങ്താ. ഗെറ്റിംഗ് കോൾഡർ. ഇതിൻ്റെ അകത്ത് തണുപ്പുണ്ടാവും കേട്ടോ. ടെമ്പറേച്ചർ ഈസ് ഡ്രോപ്പിംഗ്. അവിടെ 29 ആയിട്ടോ. പുറത്തെത്തിയപ്പോൾ 33 ആയിരുന്നു, ഇപ്പോൾ 29 ആയി. 27 അതായത് വണ്ടിയിൽ 27 ആണെങ്കിൽ പുറത്ത് എങ്ങനെ പോയാലും എനിക്കൊന്നും അറിയില്ല. ടെമ്പറേച്ചർ കൂടെ കാണിക്കാതെ കാറ്റടിക്കുമ്പോൾ എന്തായാലും ഒരു 20ൻ്റെ ഫീലൊക്കെ കേട്ടോ. നല്ല തണുപ്പുണ്ട്. 5 വരെ പോയി, ഇപ്പോൾ തിരിച്ച് 27ലേക്ക് വരും. അതായത് ഏകദേശം ടണൽ നമ്മുടെ എൻ്റെ അറിയട്ടെ ഇനി 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്തേ വണ്ടിയുടെ ടെമ്പറേച്ചർ 27ലേക്ക് വരുന്നുണ്ട്. ഫൈനലി ദി എൻഡ് ഓഫ് അട്ടൽ ടണൽ. എന്താ ആൾക്കാരൊക്കെ ഇവിടെ കൂടിയിരിക്കണേ. ഇതെന്താ ഇത്? നമ്മളെവിടെ എത്തിയത്? കൊള്ളാം. അപ്പോൾ എന്തായാലും നമ്മുടെ അട്ടൽ ടണൽ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ എവിടെ എത്തിയപ്പോഴത്തേക്കും സ്നോ മൗണ്ടൻസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് അടിപൊളിയായിട്ട്. അപ്പോൾ അടുത്ത പ്ലേസ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് പോണത് സിസു എന്നൊരു പ്ലേസാണ്. സിസു നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചില്ലെങ്കിൽ കണ്ടിന്ന് നമ്മൾ പിന്നെയും ഒരു ഫുൾ ടാങ്ക് അടിക്കണം. കാര്യം മാക്സിമം പെട്രോൾ നമ്മൾ കൊണ്ടുപോകണം, അതാണ് നമ്മുടെ ഉദ്ദേശം. മോനെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ അവിടെ? ലെവലിട്ടാ ഞാൻ എന്നാൽ ഐഫോണിൽ എടുത്ത് കാണിച്ചുതരാം. താഴെ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ബോട്ടിങ്ങും പരിപാടിക്കൊക്കെ വേണ്ടി. സമയം ഇപ്പോൾ ഏകദേശം 1 മണിയായി. അടുത്ത ഫുഡിനുള്ള സമയമായിട്ടുണ്ട്. പോയി കളയാം എന്തായാലും. സോ നമ്മളൊരു ഡൽഹിക്ക് പോകുമ്പോൾ ഒരു ശ്വാസം എടുക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ദാൽ
ദാലുണ്ട്, പിന്നെ ചോറ്, ദാൽ ചാവൽ. ചെറിയ ചെറിയ കടകളാട്ടോ, വലിയ സെറ്റപ്പുള്ള കടകളൊന്നുമില്ല, പക്ഷെ നല്ല ഫുഡായിരിക്കും. ഇതാണ് ഇവിടുത്തെ വ്യൂ. അവിടെയൊക്കെ കണ്ട സ്നോ മൗണ്ടൻസ് ആട്ടോ മൊത്തം. ഗോൺ മാൻ, എല്ലാവരുടെയും കിളി പോയിരിക്കും കേട്ടോ. പകുതി മേളിലേക്ക് പോകുമ്പോഴത്തേനും ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ കുറയും. ഇറ്റ്സ് ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ലെസ് ഓക്സിജൻ ഇൻ യുവർ ബ്രെയിൻ. വെള്ളിത്തരങ്ങൾ ആ പാത്രത്തിൽ ഇതിൻ്റെ അകത്ത് ഇടേണ്ടതായിരുന്നു, മറ്റേ അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് I understood what you said in Malayalam for the first കഴിച്ചു. ഓക്കെ, സോ ലെറ്റ്സ് ഈറ്റ് ആൻഡ് ലെറ്റ്സ് ഗോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി പോണത് നമ്മുടെ തണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് പമ്പ്. എന്താല്ലേ സത്യം പറഞ്ഞാൽ ക്യാമറയിൽ എനിക്കറിയില്ല, ഞാൻ പിന്നെയും പറയണോ, ക്യാമറ ഒന്നുമല്ല കേട്ടോ. ഇത് വരണമെങ്കിൽ നിങ്ങൾ വന്ന് സ്വന്തം കണ്ണുകളിലൂടെ ഇത് കാണണം. ഓയ് ചെറിയ ചെറിയ സെറ്റപ്പാട്ടോ ഇവിടെ, പക്ഷേ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞപ്പോഴാണ് അവർ ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയത്. ചോറ് വരെ വെച്ചത് നമ്മൾ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഓർഡർ അനുസരിച്ചാണ്. അപ്പോൾ ഫുഡും നല്ലതായിരിക്കും, നല്ല ഫ്രഷ് ഫുഡായിരിക്കും. Can see a lot of riders. Bro, ജാക്കറ്റ് ജാക്കറ്റൊക്കെ ടയറിൻ്റെ ഇടയിലേക്കൊക്കെ പോയാലുണ്ടല്ലോ കഴിഞ്ഞ അതിൻ്റെ അവസ്ഥ. ഇവിടെയൊക്കെ എപ്പോൾ വേണമെങ്കിലും കല്ല് വീഴാം കേട്ടോ. വെരി ഡേഞ്ചറസ് പ്ലേസ്. ഇതൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അവർ ക്ലിയർ ചെയ്താണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ തണ്ടിയിലുള്ള പമ്പ്. ഗൂഗിൾ പേ ചലത്തെ 200. हाँ बस ഇവിടെ ലിറ്ററിന് 99.27 हो गया ഫുൾ ടാങ്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഉണ്ടായിട്ട് എന്തിനാ ഫില്ല് ചെയ്യുന്നത് വെച്ചാൽ ഓരോ തുള്ളിയും ഇവിടെ ഭയങ്കര അമൂല്യം കേട്ടോ. കാര്യം ഇനി നമുക്ക് അടുത്തത് പോണ വഴി വേറെ ഒരു പമ്പും കൂടെ ഉള്ളു, ഒറ്റ പമ്പും കൂടെ ഉള്ളു. 1-2 പമ്പും കൂടെ ഉണ്ടാവും. അതും കൂടെ കഴിഞ്ഞ് പിന്നെ നോ പമ്പ്. അതുകൊണ്ട് കാണുന്ന പമ്പിലേക്ക് കയറി ഫുൾ ടാങ്ക് അടിച്ചോളാനാ പറഞ്ഞേക്കണേ. Okay. Close it now. Now the air has passed away out. Now you'll have to. There is a small ventilation hole. It will be blocked. Pull first gear. There is no petrol there. Now try. Okay. ഹിമാലയനുള്ള ഒരു പണ്ടത്തെ ഒരു വിഷയമായിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളം പോണ വെൻറ്റ് ബ്ലോക്ക് ആവും, അപ്പോൾ എയർ പ്രഷർ പോവില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ട്രാപ്പായിരിക്കും. നോ, I'll get it. Testing my waterproof boots. അപ്പോൾ ജസ്റ്റ് ഒന്ന് എയർ പ്രഷർ കളയാൻ വേണ്ടി ഒന്ന് തുറന്നടച്ചാൽ സെറ്റ് ആവും കേട്ടോ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇനി ഹാർഡ്ലി ഒരു 20 kilometers ആൻഡ് വി ആർ അറ്റ് ചിസ്പ. ഓക്കെ, സോ പോയി കളയാൻ തരും. പശു